നമസ്കാരം. നവജീവൻ ഫുട്ബോൾ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ സെമിഫൈനൽ ലിസ്റ്റായിരിക്കുകയാണ്. അതിൽ ആഴ്സണൽ വളരെ ശക്തമായ ഒരു പ്രകടനത്തോടെ സെമിയിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ ഒരു ടീം പോലും സെമിഫൈനലിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം റയൽ മാഡ്രിഡാണ് ഫൈനൽ ജയിച്ചത്. അതിന് മുമ്പത്തെ വർഷം ഇന്റർ മിലാനെ തോൽപ്പിച്ചിട്ട് സിറ്റി ആയിരുന്നു വിൻ ചെയ്തത്. പ്രാവശ്യം ഫസ്റ്റ് ലെഗ് 3-0 വിജയിച്ചതിന് ശേഷം സെക്കൻഡ് ലെഗിൽ റയൽ മാഡ്രിഡ് അടുത്ത് മത്സരം കാഴ്ചവെച്ച് തിരിച്ചു വരുമെന്ന് കരുതിയെങ്കിലും നടന്നില്ല. ആസ്റ്റൺ വില്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വിമൻസ് ലീഗിലും 2 ടീമുകൾ സെമിയിൽ കടന്നിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിലേതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒരു ടീം പോലും ഇംഗ്ലണ്ടിൽ നിന്ന് കളിക്കാതിരുന്ന യൂറോപ്യൻ ലീഗിൽ ഇത്തവണ 2 ടീമുകളാണ് സെമിഫൈനൽ കടന്നിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടൻഹാം ഹോട്ട്സ്പറും ഇത്തവണ സെമിയിൽ കടന്നിട്ടുണ്ട്. വളരെ ആവേശകരമായ മത്സരത്തിൽ ഒളിമ്പിക് ലിയോണിനെ 5-4 തോൽപ്പിച്ചാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത്തവണ സെമിയിൽ കയറിയത്. കഴിഞ്ഞ വർഷം ഒരു ടീം പോലും ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിൽ 4-2 ടീമിനെ രക്ഷിച്ചത് അവസാന നിമിഷത്തിൽ 2 ഗോളുകളാണ്. യൂറോപ്പിലെ 3ാമത്തെ വലിയ ലീഗായിട്ടുള്ള കോൺഫറൻസ് ലീഗിലും കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ടീം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷം ചെൽസി സെമിഫൈനലിലേക്ക് കടന്നിട്ടുണ്ട്. ഫസ്റ്റ് ലെഗ് 3-0 ജയിച്ചത്. സെക്കൻഡ് ലെഗിൽ 2-1 തോൽവിയായിട്ടാണ് അവർ അടുത്ത റൗണ്ടിലേക്ക് കടന്നത്.